ഞാൻ രേഖ. ഇന്നത്തെ ഓണസദ്യ സ്പെഷ്യൽ പാവയ്ക്ക മെഴുക്കുവരട്ടിയാണ്. പാവയ്ക്ക ഫ്രൈ. 2 പാവയ്ക്കയാണ് ഞാൻ എടുക്കുന്നത്. അത് ഇത്തിരി നേരം ഞാൻ ഉപ്പും മഞ്ഞൾപ്പൊടിയും കൊണ്ട് വെള്ളത്തിൽ ഇട്ട് വെച്ചതാണ്. കഴുകിയ ശേഷം അതൊന്ന് നെടുകെ പിളർത്തി അതിൽ അരിയൊക്കെ കളഞ്ഞ് ഇനി ചെറുതായിട്ടൊന്ന് അധികം കനവില്ല, അതെല്ലാം ഒരേ സൈസിൽ അരിഞ്ഞെടുക്കുന്നതാണ് നല്ലത്. 2 പാവയ്ക്ക ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 2 പച്ചമുളകാണ് ഞാൻ ഇടുന്നത്. അവരവരുടെ എരിവനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുക. പിന്നെ വേണ്ടത് കുറച്ച് ചെറിയ ഉള്ളി. ഇപ്പം പ്രത്യേകിച്ച് അളവൊന്നുമില്ല, കുറച്ച് ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞിടുകയാണ്. കുറച്ച് കറിവേപ്പില അതും ഒന്ന് അരിഞ്ഞിടുകയാണ്. ഉപ്പ് ആവശ്യത്തിന് ചേർക്കുകയാണ്. ഇനി 1/4 ടീസ്പൂൺ വീതം മഞ്ഞൾപ്പൊടിയും ഉലുവാപ്പൊടിയും ഞാനൊരു ഇച്ചിരി വലിയൊരു പാത്രത്തിലേക്ക് ഇടുകയാണ്. ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് എല്ലാം. ഇനി ഉരുളിയിൽ ഞാൻ എണ്ണ ഒഴിച്ചു, ചൂടായിട്ടുണ്ട്. ഇനി അതിലേക്ക് ആ പാവയ്ക്കയുടെ പകുതി ഉരുളി ആയതുകൊണ്ട് വേഗത്തിൽ മൂക്കും. ഇരുമ്പ് ചീനിച്ചട്ടി ആയാലും നല്ലതാണ്. ഒരു 4 മിനിറ്റ് മതി, അപ്പോഴത്തേക്കും അത് ആവശ്യത്തിന് മുരിഞ്ഞിട്ടുണ്ടാവും. ഞാനത് കോരുകയാണ്. ബാക്കിയിരുന്ന പാവയ്ക്കയും കൂടെ ഞാൻ എണ്ണയിലേക്ക് ഇടുകയാണ്. ഇനി അതിലേക്ക് നമുക്ക് അത് കോരിയ ശേഷം കുറച്ച് തേങ്ങാക്കൊത്ത്, അത് നല്ലൊരു ടേസ്റ്റ് കൊടുക്കും പാവയ്ക്ക മെഴുക്കുവരട്ടിക്ക്. അതൊന്ന് ജസ്റ്റ് ഒന്ന്, അത് 2 മിനിറ്റ് പോലും വേണ്ട, അപ്പോഴത്തേക്ക് അത് ഫ്രൈ ആവും. ഫ്രൈ ആയിട്ടുണ്ട്, അത് ഞാൻ കോരുകയാണ്. ഇനി അത് പാവയ്ക്ക മെഴുക്കുവരട്ടിയിലേക്ക് ചേർത്ത് ഇളക്കിയെടുക്കണം. ഉപ്പ് പോരെങ്കിൽ ഈ സ്റ്റേജിൽ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് മിക്സ് ചെയ്യുക. പാവയ്ക്ക മെഴുക്കുവരട്ടി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ട്, ഒട്ടും കയ്പില്ലാത്ത പാവയ്ക്ക മെഴുക്കുവരട്ടിയാണ്. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും കമൻറ്റും ചെയ്യുക. ലാസ്റ്റിൽ കുറച്ച് കറിവേപ്പില ഒരു പച്ചമുളകും കൂടെ അതിലേക്ക് ഫ്രൈ ചെയ്തിടുക. താങ്ക് യു.